പിന്നിലെന്ന് പറഞ്ഞാൽ അയാൾ കിടപ്പിലായിരുന്നു. കുറേ നാളുകളായി കിടപ്പിലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ കുടുംബ വീട് ഞാൻ പറഞ്ഞായിരുന്നു, കുടുംബ വീട് മേളിലാണ്. അപ്പോഴത് കിടപ്പിലായിരുന്നു. പക്ഷേ ഈ വഴക്ക് രാത്രി കാലങ്ങളിലാണ് പൂജയെന്നും പറയുന്നുണ്ട്. രാത്രികളിൽ പൂജയെന്ന് അയൽവാസിയായ ബിഷപ്പനെണ്ണം പറയുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മയും കേട്ടിട്ടുണ്ട്. പിന്നെ രാത്രി കാലങ്ങളിലാണ് ഇപ്പോൾ ശബ്ദം കേൾക്കാറുണ്ട്. പിന്നെ അയാളെ വഴക്ക് പറയുന്നത് ഉള്ളതും കേട്ടു എന്നാണ് അറിവ്. ഈ മോശം രീതിയിലായിരുന്നോ ഗോപൻ സ്വാമിയെ കുടുംബക്കാർ പരിചരിച്ചിരുന്നത്? നാട്ടുകാരൻ്റെ എൻ്റെ അവിടെ കൊണ്ടില്ല, നാട്ടുകാരൻ്റെ അഭിപ്രായം വെച്ചാൽ അയാൾ രാത്രി മലമൂത്ര വിസർജനം നടത്തുമ്പം ഉപദ്രവിക്കുമായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം തികച്ചും പറഞ്ഞാൽ 6 മാസമായിട്ട് കിടപ്പിലായിരുന്ന ഒരാൾ എങ്ങനെ നടന്നു വന്നു അവിടെ ഒരു സമാധിയായി. അതിൽ നിന്നുള്ളൊരു ദുരൂഹത നീർക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഒരു താല്പര്യം. നിങ്ങൾക്ക് ഈ മക്കളെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണല്ലോ. മക്കളെയൊക്കെ എനിക്കറിയാവുന്നതാണ്. മൂത്തയാൾ മാരുതിയുടെ ഒരു ഷോറൂമിലാണ് ജോലി ചെയ്യുന്നത്, നേമത്ത് ജോലി. പിന്നെ മറ്റേ ഒരു പ്ലംബറായിരുന്നു, ഒരു കടയൊക്കെ ഇവിടെ ആറാലും ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമില്ലാതെ പോയതാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കാണ് ഗോപൻ എന്നുള്ള പേര് ഇപ്പോഴാണ് നമുക്കറിയാവുന്നത്. മണിയൻ എന്നാണ് അറിയപ്പെടുന്നത്. മണിയനെന്നാണ് നേരത്തെയുള്ള പേര്. നമ്മളറിയപ്പെടുന്നത് മണിയൻ എന്നാണ്. പക്ഷെ അയാളെ എഴുത്തുകുത്ത് ലേബറിലുള്ള പേര് ഗോപൻ എന്നാണെന്ന് തോന്നുന്നു. അതാണ് ഗോപൻ സ്വാമി എന്ന് വെച്ചിട്ടുള്ളത്.